പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ പാറ്റ് മക്ഫി എന്ന് പറയുന്ന സെലിബ്രിറ്റി കമൻറ്റേറ്റർ റാൻഡി ഓർട്ടൻ്റെ കൂടെ ജോയിൻ ചെയ്തതും കോഡി റോഡ്സിനെ ആക്രമിച്ചതും എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പാറ്റ് മക്ഫിയാണ് റാൻഡി ഓർട്ടനെ വിളിക്കുന്ന ആ ഒരു മിസ്റ്ററി കോളർ, ആ കോളിന് പിറകിലുള്ള വ്യക്തി എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷമുള്ളൊരു ആക്രമണമാണ് നമുക്ക് പാറ്റ് മക്ഫിയുടെ ഭാഗത്തു നിന്നും റാൻഡി ഓർട്ടൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതൊരു വൈറൽ മൊമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടി WWE കൊണ്ടുവന്നതാണ് എന്നുള്ളതിൽ ഉപരി സ്റ്റോറി ലൈനുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു മെജോറിറ്റി ഫാൻസിൻ്റെ ഇടയിലും ഇത്തരത്തിലുള്ളൊരു അഭിപ്രായമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാലും വാട്സപ്പ് ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ചാലും പാറ്റ് മക്ഫിയുടെ ഈ ഒരു വരവ് ആർക്കും അങ്ങനത്തെ ഒരു തൃപ്തി നൽകിയിട്ടില്ല. കാരണം റാൻഡി ഓർട്ടൻ്റെ ആ മിസ്റ്ററി കോളിന് പിറകിൽ മറ്റൊരു വ്യക്തിയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പാറ്റ് മക്ഫി ആയതുകൊണ്ട് തന്നെ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പിന്നാമ്പുറ കഥയിലേക്ക് വന്നാൽ ആരാണ് പാറ്റ് മക്ഫിയെ ഈ ഒരു റോളിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് ആണ് എല്ലാത്തിൻ്റെയും തീരുമാനങ്ങൾ സ്റ്റോറി ലൈൻ പ്രകാരമുള്ളത് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ട്രിപ്പിൾ എച്ചിന് മുകളിൽ TKO എന്ന് പറയുന്ന WWE പാരൻറ്റ് കമ്പനിയുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയർമാനാണ് ഇത്തവണ പാറ്റ് മക്ഫിയെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതേ ചെയർമാൻ തന്നെയായിരുന്നു ജോൺസണയുടെ ഹീൽ ടേണിൻ്റെ ഭാഗമായി ട്രാവിസ് സ്കോട്ടിനെ കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അതേ വ്യക്തി തന്നെ പാറ്റ് മക്ഫിയെ ESPNുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ തീരുമാനത്തിന് സമ്മതം മൂളുക മാത്രമാണ് ട്രിപ്പിൾ എച്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് PW ഇൻസൈഡർ നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ളൊരു റിപ്പോർട്ട്. അത് ഏകദേശം സത്യമാകാനും സാധ്യതയുണ്ട്. കാരണം വിവിധ മേഖലകളിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള വിവിധ മേഖലയിൽ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളെ റസൽമീനിയ പോലെയുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഷോയിലേക്ക് കൊണ്ടുവന്ന് ലോകമെമ്പാടും ഈ ഒരു ഷോയ്ക്ക് വലിയൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് TKO ശ്രമിക്കുന്നത്. അതല്ലാതെ റസ്ലിങ്ങിൻ്റെ ഭാവിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ റസ്ലിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനെ സംബന്ധിച്ചോ ഒന്നും TKO അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ ഇപ്പോൾ എങ്ങനെ ലാഭം നേടാം എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജെല്ലി റോള്, പാറ്റ് മക്ഫി, പിന്നെ കുറച്ച് മ്യൂസീഷ്യൻസ് ഇവരെയൊക്കെ അവർ ഈ വീക്ക്ലി എപ്പിസോഡ്സിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കുറച്ചും കൂടി വൈറലാക്കി ഷോ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ റസ്ലിങ്ങിൽ ഇനിയും കൂടുതൽ റെസ്ലേഴ്സ് ഉയർന്നു വരണം, അല്ലെങ്കിൽ സ്റ്റോറി ലൈന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊന്നും ഈ കമ്പനിക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല. അതിൻ്റെ ഒരു പുതിയൊരു അധ്യായമാണ് നമുക്ക് പാറ്റ് മക്ഫിയുടെ ഇൻവോൾവ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. എന്തായാലും പാറ്റ് മക്ഫി അതേ മൈക്ക് എടുത്തുകൊണ്ട് സ്മാക്ഡൗണിൽ പറഞ്ഞൊരു പോയിന്റ്, ഈ ബിസിനസ് ഇപ്പോൾ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കോഡി റോഡ്സ് ആണ്. റാൻഡി ഓർട്ടനാണ് ഈ ഒരു ഇൻഡസ്ട്രിയെ നിലവിൽ സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് താൻ റാൻഡി ഓർട്ടൻ്റെ കൂടെ ജോയിൻ ചെയ്തു. തൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് റാൻഡി ഓർട്ടൻ ഹീലായി എന്നുള്ളതാണ് പാറ്റ് മക്ഫി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് പാറ്റ് മക്ഫിയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നുണ്ടെങ്കിലും എന്തായാലും ആരാധകർക്കിടയിൽ അതത്ര ക്ലിക്കായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ പാറ്റ് മക്ഫി പറയുന്ന മറ്റൊരു പോയിന്റ്, അദ്ദേഹം ഈ റസ്ലിമേനിയയിൽ റാൻഡി ഓർട്ടൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് റസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അത് കമൻറ്റേറ്ററായിട്ടും ഒരു റെസ്ലറായിട്ടും ഒരു മാനേജറായിട്ടും താൻ യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും റസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ പിന്നീട് നടത്തില്ല എന്നുള്ളത് പാറ്റ് മക്ഫി പറയുന്നുണ്ട്. അപ്പോൾ റസൽമീനിയ 42 നടക്കാൻ പോകുന്ന കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൻ തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ റാൻഡി ഓർട്ടന് വിജയസാധ്യത ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാറ്റ് മക്ഫിയുടെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. എന്തായാലും പാറ്റ് മക്ഫിയുടെ ഹീൽ ടേൺ വൈറലായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് TKOയ്ക്ക് ആവശ്യവും. അതിലൂടെ ടിക്കറ്റ് വിറ്റ് അഴിക്കാൻ സാധിക്കുമെങ്കിൽ അതിനാണ് അവർ ശ്രമിക്കുന്നത്. അതല്ലാതെ ഫ്യൂച്ചർ സ്റ്റോറി ലൈനെ ശ്രദ്ധിച്ചൊന്നും അവർ നോക്കുന്നില്ല. അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. എന്തായാലും പാറ്റ് മക്ഫിയുടെ ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് അത്ര പോസിറ്റീവായിട്ട് റസ്ലിംഗ് ആരാധകർക്കിടയിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.